രാത്രിയുടെ യാമങ്ങളിൽ വടക്കൻ കേരളത്തിലെ മലനിരകളെ തഴുകിവരുന്ന കാറ്റിന് ഒരു പ്രത്യേക ഗന്ധമുണ്ട്. അത് വെറുമൊരു കാറ്റല്ല, മൺമറഞ്ഞുപോയ ഏതോ ആത്മാക്കളുടെ നിശ്വാസമാണെന്ന് പഴമക്കാർ പറയും. നിബിഡമായ കാടുകളും കരിങ്കൽ ഗുഹകളും നിറഞ്ഞ ആ ദേശത്ത് ഇന്നും ജനങ്ങൾ ഭയഭക്തിയോടെ സ്മരിക്കുന്നൊരു കഥയുണ്ട്. ആ കഥ ഒരു ചക്രവർത്തിയുടേതല്ല, മറിച്ച് അഹങ്കാരത്തിനു മുന്നിൽ തലകുനിക്കാത്ത ഒരു പ്രകൃതി ശക്തിയുടെ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ പ്രദേശം ഭരിച്ചിരുന്നത് വീരകേരളവർമ്മ എന്ന രാജാവായിരുന്നു. യുദ്ധക്കളങ്ങളിൽ രക്തം പുരണ്ട വാളുമായി 1000 ശത്രുക്കളെ നേരിട്ടവനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വിശാലമായിരുന്നു. ഖജനാവ് സ്വർണത്താൽ നിറഞ്ഞിരുന്നു. എന്നാൽ തന്റെ കരുത്തിൽ അമിതമായി വിശ്വസിച്ച രാജാവിന്റെ മനസ്സിൽ എപ്പോഴും ഒരസ്വസ്ഥത വിങ്ങി നിന്നിരുന്നു. തനിക്ക് കീഴടക്കാൻ കഴിയാത്തതായി ഈ ലോകത്ത് മറ്റെന്തെങ്കിലുമുണ്ടോ എന്ന ചിന്ത അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒരു വേനൽക്കാലത്ത് തന്റെ പടയാളികളോടൊപ്പം വനയാത്രയ്ക്കിറങ്ങിയതായിരുന്നു രാജാവ്. ആ കാട് സാധാരണ കാടുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. വന്യമൃഗങ്ങളുടെ ഒച്ചയേക്കാൾ അവിടെ നിശബ്ദതയ്ക്കായിരുന്നു ഭാരം കൂടുതൽ. കാടിന്റെ ഉള്ളിലേക്ക് ചെല്ലുന്തോടും വായുവിന് തണുപ്പ് കൂടിക്കൂടി വന്നു. ആ കാടിനെക്കുറിച്ച് ഗ്രാമവാസികൾക്കിടയിൽ ഭീകരമായ പല കഥകളും പ്രചാരത്തിലുണ്ടായിരുന്നു. ആ കാട് സംരക്ഷിക്കുന്നത് ഒരു ഭയാനകമായ തെയ്യക്കോലമാണെന്നും അനുവാദമില്ലാതെ അവിടെ പ്രവേശിക്കുന്നവർക്ക് വിനാശം സംഭവിക്കുമെന്നും അവർ വിശ്വസിച്ചു. കാടിന്റെ ഹൃദയഭാഗത്തെത്തിയപ്പോൾ രാജാവ് ഒരു ചെറിയ ജനവാസമേഖല കണ്ടു. ചാണകം മെഴുകിയ തറകളും ഓലമേഞ്ഞ വീടുകളുമുള്ള ഒരു ലളിതമായ ഗ്രാമം. രാജാവിന്റെ വരവ് കണ്ടിട്ടും അവിടുത്തെ മനുഷ്യർ പരിഭ്രമിച്ചില്ല. അവരുടെ മുഖത്ത് രാജകൊട്ടാരത്തിൽ പോലും കാണാത്ത ഒരു ശാന്തി നിഴലിച്ചിരുന്നു. രാജാവ് അത്ഭുതപ്പെട്ടു. തന്റെ പടച്ചട്ടയിലെ സ്വർണത്തേക്കാൾ തിളക്കം ആ പാവം മനുഷ്യരുടെ കണ്ണുകളിൽ എങ്ങനെ വന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചു. രാജാവ് ഗ്രാമത്തിലെ ഏറ്റവും പ്രായം ചെന്ന മൂപ്പനെ തന്റെ അടുത്തേക്ക് വിളിച്ചു. രാജാവ് ചോദിച്ചു, മൂപ്പാ, ഈ കാടിന്റെ വന്യതയിലും വന്യമൃഗങ്ങളുടെ ഭീഷണിയിലുമാണല്ലോ നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് വലിയ സൈന്യമില്ല, കോട്ടകളില്ല, ആയുധങ്ങളില്ല. എങ്കിലും നിങ്ങളുടെ മുഖത്തെവിടെ നിന്നാണ് ഇത്രയേറെ സമാധാനം ലഭിക്കുന്നത്? എന്ത് നിധിയാണ് നിങ്ങൾ ഈ കാടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മൂപ്പൻ ശാന്തനായി ചിരിച്ചു. അദ്ദേഹം രാജാവിനെ ഗ്രാമമധ്യത്തിലുള്ള ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി. ആ വൃക്ഷത്തിന്റെ കൂറ്റൻ വേരുകൾക്കിടയിൽ പായൽ പിടിച്ച പരുക്കനായ ഒരു വലിയ കല്ലിരിക്കുന്നുണ്ടായിരുന്നു. അതിനു ചുറ്റും മൺവിളക്കുകൾ തെളിഞ്ഞുനിന്നു. തെച്ചിപ്പൂക്കളും കരിങ്കണ്ണൻ തുളസിയും ആ കല്ലിന്മേൽ അർപ്പിച്ചിരുന്നു. മൂപ്പൻ പറഞ്ഞു, രാജാവേ, ഞങ്ങളുടെ നിധി ഇതാണ്. ഇത് വെറുമൊരു കല്ലല്ല, ഇത് തെയ്യം കല്ലാണ്. ഈ ഭൂമിയെയും ഇതിലെ സർവ്വചരാചരങ്ങളെയും കാത്തുസൂക്ഷിക്കുന്ന ശക്തി ഈ കല്ലിലാണ് കുടികൊള്ളുന്നത്. ഈ കാടിനെ വഞ്ചിക്കില്ലെന്നും പ്രകൃതിയുടെ നിയമങ്ങൾ ലംഘിക്കില്ലെന്നും ഞങ്ങൾ ഈ കല്ലിനു മുന്നിൽ സത്യം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനമാണ് ഞങ്ങളുടെ സമാധാനം. രാജാവ് ആ കല്ലിനെ പരിഹാസത്തോടെ നോക്കി. യുദ്ധഭൂമിയിലെ കരുത്തിൽ വിശ്വസിക്കുന്ന അദ്ദേഹത്തിന് ഒരു കല്ല് ദൈവമാകുന്നത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. രാജാവ് ഗർജിച്ചു, കല്ല് മനുഷ്യനെ കാക്കുമെന്നോ? മൂപ്പാ, നീ പറയുന്നത് അസംബന്ധമാണ്. എന്റെ വാളിന്റെ തുമ്പത്താണ് അധികാരമിരിക്കുന്നത്. ഈ കല്ല് വെറുമൊരു ജഡവസ്തുവാണ്. ഇതിനെന്തു ചെയ്യാൻ കഴിയും? മൂപ്പന്റെ മുഖത്ത് ഭയം നിഴലിച്ചു. അദ്ദേഹം താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, പ്രഭു, ഇത് പരീക്ഷിക്കാനുള്ളതല്ല, ആദരിക്കാനുള്ളതാണ്. ഇതിനുള്ളിലെ ശക്തി ഉണർന്നാൽ അത് ആർക്കും തടയാനാവില്ല. രാജാവിന്റെ ഉള്ളിലെ അഹങ്കാരമുണർന്നു. തന്റെ അധികാരത്തിനു മുകളിൽ മറ്റൊരു ശക്തിയും ഉണ്ടാവരുത് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. രാജാവ് തന്റെ സൈനികരോട് ആജ്ഞാപിച്ചു, ഈ കല്ലിവിടുന്ന് പിഴുതെടുക്കൂ. എന്റെ കൊട്ടാരത്തിന്റെ തറയിൽ പതിപ്പിക്കാൻ ഈ കല്ല് ഞാൻ കൊണ്ടുപോകുന്നു. ഇതിലെ ശക്തി എനിക്കൊന്ന് കാണണം. ഗ്രാമവാസികൾ നിലവിളിച്ചുകൊണ്ട് രാജാവിന്റെ കാൽക്കൽ വീണു. അവർ വിലപിച്ചു, അരുതു മഹാരാജാവേ, കാടിന്റെ ശാപമേൽക്കരുത്. ഈ കല്ലിളകിയാൽ കാടിന്റെ കാവൽക്കാരൻ ഉണരും. അന്നീ ദേശം ചുടുചോരയാൽ നനയും. പക്ഷെ രാജാവ് പിന്തിരിഞ്ഞില്ല. പടയാളികൾ ഭയത്തോടെ കല്ലുയർത്താൻ ശ്രമിച്ചു. അവർ കല്ലിൽ തൊട്ട നിമിഷം പ്രകൃതിയാകെ മാറിമറിഞ്ഞു. മന്ദമായി വീശിയിരുന്ന കാറ്റ് പെട്ടെന്നൊരു ചുഴലിക്കാറ്റായി മാറി. ആകാശം കറുത്തിരുണ്ടു. നട്ടുച്ചയ്ക്ക് പാതിരാത്രിയുടെ അന്ധകാരം പടർന്നു. പക്ഷികൾ ഭയത്തോടെ കരഞ്ഞുകൊണ്ട് വനത്തിനു മുകളിലൂടെ വട്ടമിട്ട് പറന്നു. പെട്ടെന്ന് കാടിന്റെ അഗാധത്തിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. അത് വെറുമൊരു ശബ്ദമായിരുന്നില്ല, ഭൂമി പിളരുന്നതുപോലുള്ളൊരു മുഴക്കമായിരുന്നു. ധിം ധിം ധിം, ആരോ ദൂരെ ചെണ്ട കൊട്ടുന്നതുപോലെ. ആ ശബ്ദം ഓരോ നിമിഷവും അടുത്തു വന്നുകൊണ്ടിരുന്നു. ആരോ ഒരാൾ കാടിനുള്ളിൽ മരങ്ങൾ ചവിട്ടി ഒടിച്ചു വരുന്നതുപോലെ തോന്നി. സൈനികർ ഭയന്നു വിറച്ച് കല്ലുപേക്ഷിച്ചു. കാടിന്റെ ഇരുട്ടിൽ നിന്ന് ഒരു ചുവന്ന വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. പന്തങ്ങളുടെ വെളിച്ചമല്ലാതെ
മറിച്ച് 1000 കണ്ണുകൾ ഒരേ സമയം തിളങ്ങുന്നതുപോലെയായിരുന്നു. ആ വെളിച്ചത്തിനുള്ളിൽ നിന്ന് ഭീകരമായ ഒരു രൂപം പതുക്കെ പുറത്തേക്ക് വന്നു. 10 അടി ഉയരമുള്ള ഒരു തെയ്യക്കോലം. അതിന്റെ മുടി ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നു. മുഖത്ത് കടും ചുവപ്പും കറുപ്പും കലർന്ന രൗദ്രമായ വരകൾ. കണ്ണുകളിൽ നിന്ന് അഗ്നി പുറപ്പെടുന്നു. അരയിൽ മനുഷ്യന്റെ അസ്ഥികൾ കൊണ്ടുള്ള ഉടയാടകൾ ആടുന്നു. തെയ്യം തന്റെ കൈയിലിരുന്ന വാളുയർത്തിക്കൊണ്ടലറി, "ഈ മണ്ണ് എന്റെ ചോരയാൽ ചുവപ്പിച്ചതാണ്. ഈ മരങ്ങൾ എന്റെ സിരകളാണ്. എന്റെ ഉറക്കം കെടുത്തിയ മർത്യനെ, നീ ആരാണ്?" രാജാവ് തന്റെ ജീവിതത്തിൽ ആദ്യമായി ഭയമെന്നതനുഭവിച്ചു. 1000 പടയാളികൾ കൂടെയുണ്ടായിട്ടും അദ്ദേഹം ഒറ്റപ്പെട്ടവനായി തോന്നി. ആ രൂപത്തിനു മുന്നിൽ തന്റെ വാളൊരു കളിപ്പാട്ടം മാത്രമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. തെയ്യം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുമ്പോൾ കാട് പിടിച്ചുകുലുങ്ങി. രാജാവിന്റെ കണ്ണുകളിൽ ഭ്രമം ബാധിച്ചു. അദ്ദേഹത്തിനു ചുറ്റും മരിച്ചുവീണ പടയാളികളുടെയും പിഴുതെറിയപ്പെട്ട മരങ്ങളുടെയും ദൃശ്യങ്ങൾ മിന്നിമറഞ്ഞു. തെയ്യം വീണ്ടും ഗർജിച്ചു, "പ്രകൃതിയെ സംരക്ഷിക്കാമെന്ന് നീ സത്യം ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിനക്കീ മണ്ണിൽ ഒരടി മുന്നോട്ട് വയ്ക്കാൻ അവകാശമില്ല. നീ കൊണ്ടുപോകാൻ തുനിഞ്ഞ കല്ല് എന്റെ ഹൃദയമാണ്. അത് തൊടാൻ തുനിഞ്ഞ കൈകൾ ഞാനിവിടുന്ന് കൊണ്ടുപോകും." ഭയത്താൽ രാജാവിന്റെ നാവു വരണ്ടു. തന്റെ അഹങ്കാരം പൂർണ്ണമായും തകർന്നു വീണു. രാജാവ് തന്റെ കിരീടമഴിച്ചു മണ്ണിൽ വെച്ചു. ആ തെയ്യം കല്ലിനു മുന്നിൽ അദ്ദേഹം സാഷ്ടാംഗം പ്രണമിച്ചു. "എനിക്ക് തെറ്റുപറ്റി പ്രഭു. ഞാൻ അധികാരത്തിന്റെ ലഹരിയിൽ അന്ധനായിരുന്നു. പ്രകൃതിയേക്കാൾ വലിയൊരു ശക്തിയുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ദേശം ഇനിയും നിന്റെ കാവലിൽ തന്നെ ഇരിക്കട്ടെ. എന്നോട് ക്ഷമിക്കണം," രാജാവ് വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. രാജാവിന്റെ വാക്കുകൾ കേട്ടതും ആ ഭീകരരൂപം മന്ദമായി ചിരിച്ചു. ആ ചിരി കാറ്റിലൊരു വലിയ മുഴക്കം സൃഷ്ടിച്ചു. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ആ രൂപം വനത്തിന്റെ ഇരുട്ടിലേക്ക് മറഞ്ഞു. കാറ്റും മഴയും ശാന്തമായി. കാട് വീണ്ടും പഴയ നിശബ്ദതയിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം രാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. പക്ഷേ അദ്ദേഹം പഴയ രാജാവായിരുന്നില്ല. അദ്ദേഹം ആ കാടിനെ വിശുദ്ധവനമായി പ്രഖ്യാപിച്ചു. അവിടെ മഴ വീഴുന്നതും ആയുധങ്ങൾ ഉയരുന്നതും അദ്ദേഹം നിരോധിച്ചു. ആ തെയ്യം കല്ല് ആൽമരത്തിന്റെ ചുവട്ടിൽ കൂടുതൽ സുരക്ഷിതമായി. ആ ഗ്രാമവാസികൾ വർഷം തോറും തെയ്യം കെട്ടുമ്പോൾ ആദ്യത്തെ പൂജയും ആദ്യത്തെ നിവേദ്യവും ആ കല്ലിനാണ് നൽകിയത്. തലമുറകൾ പലത് കഴിഞ്ഞു. രാജാക്കന്മാരും പടയാളികളും ചരിത്രത്തിലില്ലാതെയായി. പക്ഷെ ഇന്നും ആ വടക്കൻ വനത്തിനുള്ളിൽ ആ തെയ്യം കല്ലവിടെയുണ്ട്. രാത്രികാലങ്ങളിൽ കാടിനു സമീപം താമസിക്കുന്നവർ പറയാറുണ്ട്, ഇപ്പോഴും ചിലപ്പോൾ കാടിന്റെ ഉള്ളിൽ നിന്ന് ആ ചെണ്ടയുടെ കൊട്ട് കേൾക്കാറുണ്ടെന്ന്. ആ ശബ്ദം കേൾക്കുമ്പോൾ അവർ തങ്ങളുടെ വീടുകളിലെ വിളക്കണച്ച് മിണ്ടാതെയിരിക്കും. കാരണം അവർക്കറിയാം, ആ കാവൽക്കാരൻ ഇന്നും ഉറങ്ങാതെ ആ കല്ലിനെയും പ്രകൃതിയെയും കാത്തുനിൽക്കുകയാണെന്ന്. ഈ ഭൂമിയോട് സത്യസന്ധമായി ജീവിക്കുന്നവരെ തെയ്യം കാക്കും. എന്നാൽ ഈ കാടിനെയും കല്ലിനെയും വഞ്ചിക്കുന്നവർക്ക് ഈ മണ്ണൊരിക്കലും മാപ്പു നൽകില്ല. ഈ കഥ ഇന്നും വടക്കൻ കേരളത്തിലെ ഓരോ തറവാടുകളിലും മുത്തശ്ശിമാർ പറഞ്ഞുകൊടുക്കുന്നു. മനുഷ്യൻ പ്രകൃതിയുടെ ഉടമയല്ല, മറിച്ച് അതിന്റെ സംരക്ഷകൻ മാത്രമാണെന്ന വലിയ സത്യം ഓർമ്മിപ്പിച്ച്. കാലം മാറിയാലും കഥകൾ മാഞ്ഞാലും കാടിന്റെ കണ്ണുകൾ നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ട്. തെയ്യം കല്ല് ഇന്നും കാവലിലാണ്.